ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ മീഡിയ വൺ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച്. അപ്പോൾ ഈ മീഡിയ വൺ എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ മാധ്യമത്തിൽ നിന്ന് തുടങ്ങി മീഡിയ വൺ ഇതൊക്കെ വഴി അവർ നടപ്പിലാക്കുന്ന ചില അജണ്ടകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അത് കൃത്യമായിട്ട് ആരിഫ് അതിൽ പറയുന്നുണ്ട്. അതായത് ഹിന്ദു വിമർശനം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെയും അതിൻ്റെ ദൈവങ്ങളെയും അല്ലെങ്കിൽ ആ ഒരു ഇതിലെയുമൊക്കെ വിമർശിക്കുന്ന ശ്യാംകുമാറിനും അല്ലെങ്കിൽ സണ്ണി കവിക്കാരനുമൊക്കെ വേദികൾ കൊടുക്കുന്ന മാധ്യമവും മീഡിയ വണ്ണും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആരിഫ് ഹുസൈനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു അല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ എതിരെ ഇങ്ങനെ ഒരു ജിഹാദിനുള്ള സാധ്യത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ആരിഫിൻ്റെ പരാതി. എന്താണ് അതിനകത്ത് പറയാൻ? നമ്മളതിനെ കാണുന്നത് ഇപ്പോൾ ആരിഫിൻ്റെ ആ പരാതി ന്യായമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒന്ന്, നമ്മുടെ ഭാരതത്തിൽ ചില അനിഷ്ടകരമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒന്ന്, നമ്മുടെ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ സംഭവമാണ്. ആ കൈവെട്ടിയ സംഭവത്തിലേക്ക് നയിച്ചത് എന്തായിരുന്നു? ആ അധ്യാപകൻ തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പറിൽ വന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളുണ്ടായത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ അധ്യാപകന് എതിരെ നിലപാടെടുക്കുകയാണ് ചെയ്തത്. അധ്യാപകൻ ചെയ്തത് തെറ്റായിപ്പോയി, അധ്യാപകൻ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയാണ് ചെയ്തത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം തയ്യാറാക്കിയത് എന്ന് പറഞ്ഞിട്ട് അധ്യാപകനെതിരെ നിലപാടെടുക്കുകയും ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ ഒപ്പം നിലനിൽക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരടക്കമുള്ള മുസ്ലിം തീവ്രവാദികൾക്ക് അധ്യാപകൻ്റെ കൈവെട്ടാനുള്ള പ്രേരണ ലഭിച്ചത്. ഞങ്ങളുടെ കൂടെ നാട്ടിലെ ആൾക്കാർ മുഴുവനുണ്ട് എന്ന ആ ഒരു ലക്ഷ്യത്തിലാണ്. നമുക്ക് ജോസഫിൻ്റെ കാര്യം മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ബീഹാറിലെ കനൈലാൽ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം? അത് നൂപുർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ ഒരു വക്താവ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ എതിർ പാനലിലുണ്ടായിരുന്ന ആൾ നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ശിവലിംഗങ്ങളെ അപമാനിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ട് നൂപുർ ശർമ്മ ഖുറാനിലോ ഹദീസിലൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉദ്ധരിക്കുകയാണ് അവർ ചെയ്തത്. അവർ തെറ്റായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല. അവർ ഖുറാനിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, ഹദീസിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയില്ല എന്ന് അവർക്കാർക്കും പറയാൻ സാധ്യമല്ല. ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ നൂപുർ ശർമ്മയ്ക്ക് എതിരായിട്ട് കോടതിയുടെ ശക്തമായ നിലപാടെടുത്തു. ഒടുവിൽ എന്തു സംഭവിച്ചു? ഈ തീവ്രവാദികൾക്ക് അതൊരു വളമാവുകയും തീവ്രവാദികൾ അതിൻ്റെ ബലത്തിൽ ഈ നൂപുർ ശർമ്മയുടെ വീഡിയോ ഷെയർ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ തയ്യൽക്കാരനെ കഴുത്തറുത്ത് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യമാണ്. ഇവിടെ ആരിഫ് ഹുസൈനെതിരെ മീഡിയ വൺ ഈ തരത്തിലുള്ള ഒരു നിലമാണ് ഒരുക്കുന്നത്, ഒരു ആശയതലമാണ് സൃഷ്ടിക്കുന്നത്. ആരിഫ് ഹുസൈൻ കൊല്ലപ്പെടേണ്ടയാളാണ്. ഈ കനൈലാലിൻ്റെ കഴുത്തറപ്പിലേക്ക് നയിച്ച അതേ ആശയ സാഹചര്യം ഇവിടെ ആരിഫിൻ്റെ കാര്യത്തിൽ സൃഷ്ടിക്കാൻ ആസൂത്രിതമായി മീഡിയ വൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചാരവേലയാണ് യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ പറയുന്നത് വളരെ കൃത്യമാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ആരിഫ് ഹുസൈൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ആരിഫ് ഹുസൈന് സംരക്ഷണം കൊടുക്കണം, പോലീസ് സംരക്ഷണം കൊടുക്കണം എന്ന ആവശ്യം ന്യായമാണ് എന്നാണ് നമ്മൾ പറയുന്നത്.